ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവിന്റെ വേദിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ മലപ്പുറത്ത് നയിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാക്കളാണ്. നമുക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ സെഷനിൽ വളരെ ദീർഘമായി സംസാരിച്ചൊരു വിഷയമായിരുന്നു വിദ്യാർത്ഥിത്വമല്ലാതെ അരാഷ്ട്രീയവൽക്കരിച്ചു പോകുന്നുണ്ട് എന്നുള്ളത്. ഈ അരാഷ്ട്രീയവൽക്കരിച്ചു പോകുന്നതിൽ സത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറുതല്ലാത്തൊരു പങ്കില്ല. കാരണം ആക്രമണ രാഷ്ട്രീയങ്ങൾ നമ്മൾ ക്യാമ്പസിൽ വല്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്, കൊലപാതക രാഷ്ട്രീയങ്ങൾ വല്ലാത്ത രീതിയിൽ കാണുന്നുണ്ട്. ഇതൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികളെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് വല്ലാതെ പിന്തിരിപ്പിക്കുന്ന ഒന്നായി മാറുന്നില്ലേ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രതിനിധാനം ചെയ്യാത്ത ആളാണ്, രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ആളാണെന്ന് മാസായി പറയുന്ന ഒരു വിദ്യാർത്ഥി കൂട്ടം സൃഷ്ടിക്കുന്നതിൽ ഇതിന് വലിയൊരു പങ്കില്ലേ സത്യത്തിൽ? അങ്ങനല്ല. മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ക്യാമ്പസ് രാഷ്ട്രീയം നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് അത്തരം രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. മറിച്ച് നമ്മളിൽ നിന്നും മൂല്യധിഷ്ഠമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ മുൻപ് കാലങ്ങളിൽ നമ്മളെ ക്യാമ്പസുകൾ സർഗാത്മകമായിരുന്നു. ഇന്നൊരു പക്ഷേ പലയിടങ്ങളിലായിട്ട് അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അത് ഒരു വിദ്യാർത്ഥി സംഘടന മാത്രമല്ല, ക്യാമ്പസിലെ മുഴുവൻ കുട്ടികൾ ഒന്നിച്ച് ചേർന്ന് നിന്ന്, എല്ലാ വിദ്യാർത്ഥി സംഘടന ചേർന്ന് നിന്ന് ഒന്നിച്ച് മനോഹരമായിട്ടാണ് അതിനെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു രീതിയിലേക്ക് ക്യാമ്പസിനെ സർഗാത്മകമാക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങൾ വ്യത്യസ്തമായ ആശയത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളാണ്, പക്ഷെ ഞങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മനോഹരമായ ഉത്തരം എന്നുള്ളതാണ്.